പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും മാത്സിൻ്റെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ കൊറോണ പ്രതിസന്ധികൾക്കിടയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ SSLC എക്സാമിനുള്ള പോർഷൻസ് ഫോക്കസ് ഏരിയ എന്ന പേരിലേക്ക് ചില പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്ന്. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്, അല്ലേ? അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ വർഷം നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് A+ സ്കോർ ചെയ്യാൻ കഴിയും. അതിൽ പലപ്പോഴും മിക്കവാറും കുട്ടികൾക്കും പ്രശ്നമുണ്ടാക്കാറുള്ള വിഷയമാണ് ശരിക്ക് മാത്സ് എന്ന് പറയുന്നത്. സർ, മാത്സിനൊക്കെ ഞാൻ എങ്ങനെയാണ് A+ നേടുക, എനിക്കൊക്കെ നേടാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, സാധാരണ എല്ലാ വർഷവും ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ A+ വാങ്ങും, അല്ലാത്തൊരു A+ ലഭിക്കൂല എന്ന രീതിയിലേക്കല്ല നമുക്ക് റിസൾട്ട് ഉണ്ടാവാറുള്ളത്. ഈ വർഷം പ്രത്യേകിച്ച് നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഏറ്റവും നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കുന്ന കുട്ടികൾ A+ വാങ്ങും എന്നതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട. പകരം വ്യവസ്ഥാപിതമായി കൃത്യമായി പ്ലാനോടുകൂടി പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും A+ കിട്ടും എന്ന രീതിയിലാണ് നമ്മൾ ഈ വർഷത്തെ എക്സാമിനെ എക്സാമുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ആദ്യം മാറ്റത്തിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവയെ വിലയിരുത്തി അതിനനുസരിച്ച് കൊണ്ട് പഠനം മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല വഴി A+ നേടാൻ. നമുക്കറിയാം, 11 ചാപ്റ്റേഴ്സാണ് മാത്സിൽ നമുക്കുള്ളത്. അതിൽ ചെറിയ ചാപ്റ്റേഴ്സും വലിയ ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഫോക്കസ് ഏരിയ എന്ന പേരിൽ കുറച്ച് ഏരിയകൾ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിച്ചിട്ടുണ്ടാവുക ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആയിരിക്കും, പാഠഭാഗങ്ങളായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ചില ചാപ്റ്റേഴ്സിനാണ്. സമാന്തര ശ്രേണികൾ, വൃത്തങ്ങൾ, അതുപോലെ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ചില ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഫോക്കസ് ഏരിയയിൽ നിന്ന് 50% മുതൽ ഏകദേശം 70% വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നതാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിനെയും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അത്യാവശ്യം മാത്സിന് നല്ലപോലെ സ്കില്ലുള്ള കഴിവുള്ള കുട്ടികളാണ് എങ്കിൽ ഫോക്കസ് ഏരിയ വൃത്തിയായി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഫോക്കസ് ഏരിയൻ്റെ പുറത്തുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് എക്സാമിന് അഭിമുഖീകരിക്കാം. നിങ്ങൾ വളരെ ഹോട്ട് ലെവലായിട്ടുള്ള ഹാർഡ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതില്ല. സിമ്പിൾ അല്ലെങ്കിൽ ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസിനെയാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ കാര്യം കൃത്യമായി മനസ്സിലാക്കാം. ഇനി നിങ്ങൾ മാത്സിൽ ഒരു ആവറേജ് ലെവൽ സ്കില്ലോ അല്ലെങ്കിൽ അത്രത്തോളം മാത്സിന് പെർഫോമൻസ് ചെയ്യാത്തവരോ ആണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾക്കും A+ നേടാൻ കഴിയും. നിങ്ങൾക്കും A+ നേടാൻ കഴിയും. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് A+ നേടാൻ കഴിയും. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ് ഏരിയ കൃത്യമായി പഠിക്കുക എന്നുള്ള കാര്യമാണ്. ഫോക്കസ് ഏരിയയിൽ മിക്കവാറും എല്ലാ ടോപ്പിക്കും ഉള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. സോ ഫോക്കസ് ഏരിയയിലുള്ള ചോദ്യങ്ങൾ കൃത്യമായി ചെയ്ത് ശീലമാക്കാം. നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഏത് ലെവലിലുള്ള ഒരു കുട്ടിക്കും ഏറ്റവും മികച്ച മാർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ്. ഇതിലൂടെ നമ്മൾ ഓരോ ചാപ്റ്ററും കൃത്യമായി റിവൈസ് ചെയ്യും, ഫോക്കസ് ഏരിയനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ അതിലുള്ള ചില ചോദ്യങ്ങൾ ചെയ്യും. കൂടാതെ മുൻ വർഷങ്ങളിൽ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 100% ഉറപ്പ് തരുന്നു, എന്തായാലും മാത്സിൻ്റെ കാര്യത്തിൽ A+ നിങ്ങൾക്ക് ഉറപ്പാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ തുടങ്ങിയാലോ? നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ, നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ശരിയല്ലേ? ഓക്കെ, സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. എന്തായിരുന്നു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ?
നമുക്ക് കൃത്യമായ ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലെ, കൃത്യമായി നമുക്ക് ഒരു നിയമമുണ്ട് ശ്രേണി സമാന്തര ശ്രേണിയാവാനുള്ളത്. പിന്നെ നമ്മൾ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് സമാന്തര ശ്രേണിയിൽ ഫോക്കസ് ഏരിയയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണുള്ളത് എന്ന് നമുക്ക് നോക്കാം. സമാന്തര ശ്രേണിയിൽ ഒന്ന്, സമാന്തര ശ്രേണി എന്ന് പറയുന്ന ആശയം എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. 2, സ്ഥാനവും പദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ പല ആശയങ്ങൾ ചേരുന്ന ഒന്നാണ് ശരിക്ക് സ്ഥാനവും പദവും എന്ന് പറയുന്ന ആശയം. 3ാമതായിട്ട് സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം എന്ന് പറയുന്ന ആശയമാണ്. 4ാമതായിട്ട് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ളതാണ്. 5ാമതായിട്ട് പദങ്ങളുടെ തുകയാണ്. ഇതിൽ തുകയുടെ ബീജഗണിത വാചകത്തെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ശ്രേണികളുടെ ബീജഗണിത വാചകം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു ചാപ്റ്ററിന്റെ ഏറ്റവും ആദ്യത്തെ സെക്ഷൻ, അതും ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടില്ല. സോ ഇത്രയുമാണ് ഫോക്കസ് ഏരിയ. ചാപ്റ്ററിന്റെ ഒരു ഏകദേശ ഭാഗങ്ങളൊക്കെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ഏറ്റവും നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചാപ്റ്ററുകളിൽ ഒന്നായിട്ടാണ് നിങ്ങൾ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിന് പ്രതീക്ഷിക്കേണ്ടത്. എല്ലാ വർഷത്തെയും എക്സാമിൻ്റെ മാർക്കുകളെ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ 14 മാർക്കിനാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ വർഷം ചോദ്യങ്ങളുടെ എണ്ണം ഇരട്ടിയാകും എന്നതുകൊണ്ട്, അതായത് 80 മാർക്കിൽ നടക്കുന്ന മാത്സ് പരീക്ഷയ്ക്ക് 160 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നറിയാം. നിങ്ങളതിന് 80 മാർക്കിന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്ന സ്വാതന്ത്ര്യമുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു 28 മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും മാക്സിമം. ഫോക്കസ് ഏരിയയിൽ 50 മുതൽ 70% വരെ മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതുണ്ട് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അറൗണ്ട് 14 മുതൽ 18 മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിൽ നിന്ന് 18-19 മാർക്കിനടുത്ത് വരെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിലൂടെ മാത്രം മാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അതായത് 2 ഗ്രേഡുകൾ നിങ്ങൾക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്റർ കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മാർക്ക് അടിസ്ഥാനത്തിൽ നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചാപ്റ്ററിനെ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് സമാന്തര ശ്രേണി നമുക്ക് നോക്കാം. ഒരു സമാന്തര ശ്രേണി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്കാണ് സമാന്തര ശ്രേണി എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ 5 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒരു 3 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് നമ്മൾ കൂട്ടുന്നത് എങ്കിൽ 5നോട് 3 കൂട്ടിയാൽ 8, വീണ്ടും 3 കൂട്ടിയാൽ 11, വീണ്ടും 3 കൂട്ടിയാൽ 14, വീണ്ടും 3 കൂട്ടിയാൽ 17 എക്സെട്ര. ഇതിനെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് നമ്മൾ പറയാം. അവിടെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. കൂട്ടണം എന്ന് നിർബന്ധമല്ല, കുറച്ചാലും മതി അല്ലെ, കുറച്ചാലും മതി. ഉദാഹരണത്തിന് ഞാൻ 5ൽ നിന്ന് തുടങ്ങി ഒരു 2 വീതം കുറക്കുകയാണെന്ന് വിചാരിക്കാം. 5ൽ നിന്ന് 2 കുറച്ചാൽ 3 മാറി, വീണ്ടും 2 കുറച്ചാൽ 1 മാറി, വീണ്ടും 2 കുറച്ചാൽ -1 മാറി, വീണ്ടും 2 കുറച്ചാൽ -3 മാറി എക്സെട്ര. ഇതും ഒരു സമാന്തര ശ്രേണി തന്നെയാണ്. അപ്പൊ കൂട്ടുക എന്നതിന് കുറക്കുക എന്നൊരു അർത്ഥവും കൂടി ഉണ്ട് എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങും, ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്ന് പറയും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശ്രേണി സമാന്തര ശ്രേണി ആണോ എന്നെങ്ങനെ നമ്മൾ തിരിച്ചറിയും. എങ്ങനെയാണ് ഒരു ശ്രേണിയെ സമാന്തര ശ്രേണി ആണോ എന്നെങ്ങനെ തിരിച്ചറിയാന്നുള്ള കാര്യം. അവിടെ നമുക്കറിയാം, ഒരു ശ്രേണി എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ 5, 8, 11, 14, 17 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിക്ക് ഒന്നാമത്തെ പദത്തിന് നമ്മൾ x1 എന്നും, രണ്ടാമത്തെ പദത്തിന് x2 എന്നും, മൂന്നാമത്തെ പദത്തിന് x3 എന്നും, ഇയാൾക്ക് x4 എന്നും, ഇയാൾക്ക് x5 എന്നും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, വിളിക്കാറുണ്ട് അല്ലേ. ഇതിന്റെ അർത്ഥം 4ാം പദം, 3ാം പദം, 2ാം പദം, 5ാം പദം എന്നൊക്കെയാണ്. അതായത് x10 എന്ന് എഴുതി കഴിഞ്ഞാൽ 10ാം പദം എന്നാണ് നമ്മൾ അതിനെ വായിക്കേണ്ടത്. ശരിയല്ലേ? ആണ്. നമുക്കറിയാം, ഒരു ശ്രേണി സമാന്തര ശ്രേണി ആവണമെങ്കിൽ അതിന് പൊതുവ്യത്യാസം ഉണ്ടാവണം അല്ലേ.
എങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. ശരിയാണ്. ഒരു ശ്രേണി സമാന്തര ശ്രേണിയാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാലും, അതുപോലെ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലും, അതുപോലെ നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറച്ചാലും ഒക്കെ കിട്ടുന്നത് ഒരേ സംഖ്യയായിരിക്കണം. അല്ലേ? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാലും, മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലും, നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറച്ചാലും ഒക്കെ കിട്ടുന്നത് ഒരേ സംഖ്യ ആയിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ അതിനെ സമാന്തര ശ്രേണി എന്ന് നമ്മൾ വിളിക്കുക. അങ്ങനെ കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ശരിക്ക് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഖ്യ. അല്ലേ? ഡി എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമാണ്. അല്ലേ? പൊതുവ്യത്യാസം. പൊതുവ്യത്യാസമാണ് ഡി. അപ്പൊ സമാന്തര ശ്രേണിക്ക് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഒന്ന് ആദ്യപദം എന്ന് പറയുന്ന ആശയം, 5. ഇത് രണ്ടാം പദവും മൂന്നാം പദവും നാലാം പദവും ഒക്കെയാണ്. അതിന് കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊന്ന് പൊതുവ്യത്യാസമാണ് ഡി. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിമ്പിൾ ചോദ്യം. ഈ ചിത്രങ്ങൾ നോക്കൂ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യം. ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്ത സമചതുരങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ചെറിയ സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ എന്നാ ചോദ്യം. എങ്ങനെയാ? നിറം കൊടുത്തിട്ടുള്ള ചെറിയ ചതുരങ്ങളുണ്ടല്ലോ, അവയുടെ എണ്ണമാണ് കാണാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ എത്ര ചതുരങ്ങളുണ്ട് നിറം കൊടുത്തത്? എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 അല്ലേ? 8 ചതുരങ്ങളാണുള്ളത്. ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 11 12 12 ചതുരങ്ങളുണ്ട്. ഇല്ലേ? ഇവിടെയോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അതായത് 16 സമചതുരങ്ങളാണുള്ളത്, ചെറുത്. അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് നോക്കൂ. ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ? എങ്ങനെയാ നമ്മൾ സമാന്തര ശ്രേണിയാണോ നോക്കുക? കൂട്ടിയ സംഖ്യ തുല്യമാണ് എങ്കിൽ, അല്ലെങ്കിൽ പൊതുവ്യത്യാസമുണ്ട് എങ്കിൽ നമുക്ക് ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് പറയാം. 8നോട് എത്ര കൂട്ടുമ്പോഴാടാ 12 കിട്ടുക? 4 കൂട്ടുമ്പോൾ. 12നോട് എത്ര കൂട്ടിയാലാ 16 കിട്ടുക? ശരിയാണ്, 4 കൂട്ടുമ്പോൾ. അപ്പൊ ഇതിൽ നിന്ന് ഇതിലേക്ക് എത്താനും നമ്മൾ കൂട്ടിയതും 12ൽ നിന്ന് 16ലേക്ക് എത്താൻ നമ്മൾ കൂട്ടിയതും ഒരേ സംഖ്യ തന്നെയാണ്. അല്ലേ? ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ 12 കുറയ്ക്കണം 8, അതായത് 4 എന്ന് കിട്ടും. അല്ലേ? ഇനി മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 16 - 12 എന്ത് കിട്ടി? വീണ്ടും 4 എന്ന് കിട്ടി. ഇത് രണ്ടും തുല്യമാകുമ്പോഴാണ് നമ്മൾ സമാന്തര ശ്രേണിയാണെന്ന് പറയാം. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാലും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചാലും കിട്ടുന്നത് ഒരേ സംഖ്യ ആയിരിക്കണം. ഈ സംഖ്യയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്ന് നമ്മൾ പറയാം. സോ ഇത് പൊതുവ്യത്യാസമാണ്. അപ്പൊ ഇതെന്താന്ന് മനസ്സിലാക്കാം? സമാന്തര ശ്രേണിയാണ്, കാരണം ഇതിന് പൊതുവ്യത്യാസമുണ്ട് എന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കാം. SSLC 2020 കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കാം. 1, 25, 49, 73, 97 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 6ാം പദം എഴുതുക എന്നാണ് ചോദ്യം. എന്ന സമാന്തര ശ്രേണിയുടെ എന്നാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് സമാന്തര ശ്രേണിയാണ് എന്നർത്ഥം അല്ലേ? 1, 25, 49, 73, 97. എത്ര പദങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്? 1 2 3 4 5. നമ്മളോട് കാണാൻ വേണ്ടി ചോദിച്ചത് എന്താ? 6ാമത്തെ പദമാണ്. അതായത് ഈ 97 ശേഷം വരുന്ന പദം ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാ നമ്മൾ 97ൽ നിന്ന് അടുത്ത പദം കണ്ടുപിടിക്കുക? ശരിയാണ്, പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കാണണം. എങ്ങനെയാ നമ്മൾ പൊതുവ്യത്യാസം കാണുക? ശരി, പൊതുവ്യത്യാസം കാണാൻ ഡി എന്ന് പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാമത്തെ ആളെ കുറച്ചാൽ മതി അല്ലേ? ഇതിൽ നിന്ന് എത്ര കൂട്ടിയാലാണ് ഇത് കിട്ടുക നോക്കുക. 1നോട് 25ലേക്ക് എത്താൻ 24 കൂട്ടണം. അല്ലെങ്കിൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ
25 കുറക്കണം 1 സമം 24 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പൊതുവ്യത്യാസം. ശരിയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറാമത്തെ പദം എങ്ങനെ കിട്ടും? ആറാമത്തെ പദം എന്ന് പറയുന്നത് x6 എന്ന് പറയാം. നമുക്ക് 97നോട് പൊതുവ്യത്യാസമായ 24 കൂട്ടിയാൽ മതി. പോരെ? അപ്പൊ 121 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? സോ 121 നമ്മുടെ ആറാമത്തെ പദം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 97, 73, 49 എന്ന സമാന്തര ശ്രേണിയിൽ എത്ര പൂർണ്ണവർഗ സംഖ്യാപദങ്ങൾ ഉണ്ടാകും? എത്ര പൂർണ്ണവർഗ സംഖ്യാപദങ്ങൾ? സമാന്തര ശ്രേണിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ശ്രേണി എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? 97, 73, 49 എക്സെട്ര. ഈ ശ്രേണി 24 വീതം കുറഞ്ഞു വരുന്ന ശ്രേണിയല്ലേ? അതായത് ഈ മുകളിൽ എഴുതിയ ശ്രേണി തന്നെയല്ലേ ഇത്? നേരെ തല തിരിച്ച് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ആണ്. അപ്പൊ ഇത് 97, 73, 49. അടുത്ത പദമാരാ? 25. അടുത്ത പദമാരാ? 1 അല്ലെ? എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ ശ്രേണി പോകുന്നത്. ഈ പൂർണ്ണ വർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണവർഗ സംഖ്യ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? പൂർണ്ണവർഗ സംഖ്യ. പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ കൃത്യമായി റൂട്ട് കിട്ടുന്ന ആളുകൾ, വർഗമൂലം കിട്ടുന്ന ആളുകൾ. എത്ര സംഖ്യകളാണ് ഇതിൽ കൃത്യമായി വർഗമൂലം കിട്ടുന്ന ആളുകളുള്ളത്? ഒന്ന് നോക്ക്. 49 ഉണ്ട്, 25 ഉണ്ട്, 1 ഉണ്ട്. 97 റൂട്ട് കിട്ടൂല, 73 കൃത്യമായ വർഗമൂലം റൂട്ട് കിട്ടൂല. സോ 3 ആളുകളാണ് നമുക്ക് പൂർണ്ണവർഗ സംഖ്യാപദങ്ങൾ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. ശരിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. SSLC 2020 ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സമാന്തര ശ്രേണിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റ് ആശയങ്ങളാണ്. സമാന്തര ശ്രേണിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആശയമാണ് ഒരു സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും ഒരു പദം എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പൊ ആദ്യത്തെ 3 പദം തന്നാൽ നമുക്ക് 4ാമത്തെ പദം കണ്ടുപിടിക്കാം, 5ാമത്തെ പദം കണ്ടുപിടിക്കാം, 6ാമത്തെ പദം കണ്ടുപിടിക്കാം. അങ്ങനെ തുടർച്ചയായി ഒന്നിനു ശേഷമുള്ള പദങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പക്ഷെ എൻ്റെ ചോദ്യം അങ്ങനെയല്ല. ഒരു പദത്തിൽ നിന്ന് എവിടെയെങ്കിലും നിൽക്കുന്ന മറ്റൊരു പദം എങ്ങനെ കണ്ടുപിടിക്കാം? ഉദാഹരണത്തിന് നിങ്ങൾക്ക് 3ാം പദം തന്നിട്ടുണ്ട്, ഒരു 5. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒരു 7 ആണ് എന്നും തന്നിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് 10ാമത്തെ പദം കണ്ടുപിടിക്കുക? എങ്ങനെയാ 10ാമത്തെ പദം കണ്ടുപിടിക്കുക? അവിടെ നമ്മളൊരു സിമ്പിൾ ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചത്? 3ാം പദത്തിൽ നിന്ന് 10ാം പദത്തിലേക്ക് എത്താൻ സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദത്തിലേക്ക് പോകാൻ പൊതുവ്യത്യാസം കൂട്ടുക എന്നതാണ് നിയമം അല്ലേ? അതായത് 3ാം പദം 5 ആണ് എങ്കിൽ അതിനോട് പൊതുവ്യത്യാസമായ 7 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തി? അടുത്ത പദമായ 12ലേക്ക് എത്തി. വീണ്ടും 7 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 19ലേക്ക് എത്തി. വീണ്ടും 7 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 26ലേക്ക് എത്തി. വീണ്ടും 7 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 33ലേക്ക് എത്തി. ഇങ്ങനെ നമ്മൾ 7 കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പൊതുവ്യത്യാസം മാത്രമേ കൂട്ടുകയുള്ളൂ എന്ന് സമാന്തര ശ്രേണിയുടെ നിയമമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3ാം പദത്തിൽ നിന്ന് 10ാം പദം നേരിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടുപിടിക്കാം? സിമ്പിളാണ്. നമ്മൾ 5ൽ നിന്ന് ഒരു ചാട്ടം ചാടി 12ലേക്ക് എത്തി. 12ൽ നിന്ന് ഒരു ചാട്ടം ചാടി 19ലേക്ക് എത്തി. 19ൽ നിന്ന് 26ലേക്ക് ഒരു ചാട്ടം ചാടി. 26ൽ നിന്ന് 33ലേക്ക് ഒരു ചാട്ടം ചാടി എന്ന് സങ്കല്പിക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5ൽ നിന്ന് 33ലേക്ക് നമ്മൾ എത്ര ചാട്ടം ചാടിയിട്ടുണ്ടാകും നേരിട്ടെത്താൻ? ഒരു ചാട്ടം, 2, 3, 4 ചാട്ടം ചാടിയിട്ടുണ്ട്. ശരിയല്ലേ? ആണ്. ഒരു ചാട്ടം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം കൂടി എന്നാണ്. 7 കൂടി. അപ്പൊ 4 ചാട്ടം ചാടി എന്ന് പറഞ്ഞാൽ എന്താ? 4 ഗുണിക്കണം 7, 28 കൂടിയെന്നാ. 5നോട് 28 കൂട്ടിയാൽ 33. ശരിയാണ്, കൃത്യമാണ്. ഇതേ ആശയം നമുക്ക് പ്രയോഗിച്ചാൽ മതി. എങ്ങനെ നമ്മൾ പ്രയോഗിക്കുക? 10ാം പദം കാണാൻ നമ്മൾ എവിടെന്നെങ്കിലും ഒന്ന് തുടങ്ങണം. ചാട്ടം തുടങ്ങണമല്ലോ, എവിടെ നിന്ന് നമ്മൾ കാലുകുത്തി തുടങ്ങണം. നമ്മൾ എവിടുന്നാ തുടങ്ങുക? 3ാം പദത്തിൽ നിന്ന് തുടങ്ങാം. 3ാം പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമ്മൾ 10ാം പദത്തിലേക്ക് എത്തുക?
7 തവണ പൊതുവ്യത്യാസം കൂട്ടണം, ശരിയല്ലേ? ഓക്കെ, അപ്പം ഞാൻ 7 തവണയാണ് നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം കൂട്ടേണ്ടത്. അതായത് 7 തവണ പൊതുവ്യത്യാസം. എങ്ങനെ 7 എന്ന് മനസ്സിലായത്? 3-ാം പദത്തിൽ നിന്ന് 10-ാം പദത്തിലേക്ക്, 4-ാം പദത്തിലേക്ക്, 5-ാം പദത്തിലേക്ക്, 6-ലേക്ക്, 7-ലേക്ക്, 8-ലേക്ക്, 9-ലേക്ക്, 10-ാം പദത്തിലേക്ക് 7 തവണ. അത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയുണ്ടല്ലോ, ഉണ്ട്. 10ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. 3-ന്ന് 10-ലേക്ക് 7, അപ്പോൾ 7 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അപ്പം 3-ാം പദം എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 7 ഗുണിക്കണം പൊതുവ്യത്യാസവും 7 തന്നെയാണ്, 49. സോ 5 കൂട്ടണം 49ആയി, അതായത് 54 എന്ന് മനസ്സിലായി. 54 10-ാം പദം. ഇങ്ങനെ പൊതുവ്യത്യാസവും ഏതെങ്കിലും ഒരു പദവും കിട്ടിക്കഴിഞ്ഞാൽ സമാന്തര ശ്രേണിയിലെ മറ്റേത് പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു ഉദാഹരണം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 10-ാം പദം 23 ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 10-ാം പദത്തിനെ x10 എന്നാക്കി മാറ്റുക. 23. പൊതുവ്യത്യാസം 3 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് 3. എങ്കിൽ 18-ാം പദം എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം. നോക്കുക, 18-ാം പദം. ഒരു പദം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മറ്റൊരു പദവും പൊതുവ്യത്യാസവുമാണ്. ശരി, നമുക്ക് 10-ാം പദം തന്നിട്ടുണ്ട്, 18-ാം പദം കാണണം. അപ്പം നമ്മൾ 10-ാം പദത്തിൽ നിന്ന് 18-ാം പദത്തിലേക്ക് നേരിട്ട് പോവുക. എങ്ങനെ നമ്മൾ പോവുക? 10-ാം പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 10-ൽ നിന്ന് 18-ലേക്ക്. അപ്പം 8 തവണ പൊതുവ്യത്യാസം കൂട്ടണം, അല്ലേ? 8 അല്ല കൂട്ടേണ്ടത്, പകരം 8 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 8d കൂട്ടണം. 10-ാം പദത്തിനോട് 8d കൂട്ടിക്കഴിഞ്ഞാൽ 18-ാം പദം കിട്ടും എന്ന് നമുക്കറിയാം. സോ 10-ാം പദം എന്ന് പറയുമ്പോൾ 23 ആയി മാറി. പ്ലസ് 8d എന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം 3, അതായത് 24 ആയി. 23 പ്ലസ് 24, അതായത് 47 എന്ന് ഉത്തരം കിട്ടി. ഇതാണ് നമ്മുടെ 10-ാം പദം, ശരിയല്ലേ? സോറി, 18-ാം പദം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് മുൻപിലേക്കുള്ള പദം മാത്രമല്ല കണ്ടെത്താൻ കഴിയുക, പിന്നിലുള്ള പദവും കണ്ടെത്താൻ കഴിയും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 2-ാം പദം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പൊ എ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ചോദ്യം 2-ാം പദം എത്രയാണെന്നാ, ബി ചോദ്യം, അല്ലേ? 2-ാം പദം എങ്ങനെയാ നമ്മൾ പിന്നിലേക്ക് പോരാ ഒരു സമാന്തര ശ്രേണിയിൽ? ഉദാഹരണത്തിന് നമ്മുടെ ഒരു സമാന്തര ശ്രേണി 5, 8, 11, 14, 17 എക്സെട്ര ആണെന്ന് വിചാരിക്കാം. അതായത് ഇതിനോട് 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി എക്സെട്ര. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ 3 കൂട്ടിയതാ, അല്ലേ? ഇപ്പൊ പിന്നിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? 3 കുറച്ചതായിരിക്കും, അല്ലേ? 17-ൽ നിന്ന് 3 കുറച്ചാൽ 14ആയി, വീണ്ടും 3 കുറച്ചാൽ 11ആയി, വീണ്ടും 3 കുറച്ചാൽ 8ആയി. അങ്ങനെയാ. അപ്പൊ 2-ാം പദത്തിലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ 10-ാം പദമുണ്ട്. സോ 10-ാം പദത്തിൽ നിന്ന് നേരിട്ട് 2-ാം പദത്തിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാ പോവുക? 2-ാം പദം കാണാൻ 10-ാം പദത്തിൽ നിന്ന് 8 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അതെങ്ങനെ എനിക്ക് വീണ്ടും 8 എന്ന് കിട്ടിയത്? 10-ൽ നിന്ന് 2-ലേക്കുള്ള ദൂരം 8-ന്റെ ദൂരമാണ്. സോ 8 തവണ പൊതുവ്യത്യാസം കുറക്കാം. അപ്പൊ 10-ാം പദം എന്ന് പറയുമ്പോൾ എത്രയാ? 23, അല്ലേ? കുറയ്ക്കണം. 8d എന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം d. പൊതുവ്യത്യാസത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് 3 ആണ്. 8 ഗുണിക്കണം 3, അതായത് 23 കുറയ്ക്കണം 24 എന്നായിട്ട് മാറി. അതായത് -1 എന്ന ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ആണ്. ഇനി അടുത്ത സംശയം, നമുക്ക് പൊതുവ്യത്യാസം കണ്ടെത്താനുള്ള വഴി എന്താണെന്നുള്ള. അപ്പോൾ ഒരു പദത്തിൽ നിന്ന് മറ്റൊരു പദം കണ്ടെത്താൻ നിങ്ങൾ ഓരോ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സമാന്തര ശ്രേണി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മൾക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. 1, ഒരു ശ്രേണി തന്നാൽ സമാന്തര ശ്രേണി ആണോ എന്ന് പരിശോധിക്കാൻ അറിയണം. അത് നമുക്കറിയാം, പഠിച്ചു. 2, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം കണ്ടെത്താൻ കഴിയണം. അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. 3, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്തും? ഇതാണ് നമ്മൾ അടുത്ത ചർച്ചാ വിഷയം. പൊതുവ്യത്യാസം കണ്ടെത്താൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ? 5, 8, 11, 14, എക്സെട്ര എന്ന ശ്രേണി തരികയാണെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 8 കുറയ്ക്കണം 5 ആണ്, അല്ലെങ്കിൽ 11 കുറയ്ക്കണം 8 ആണ്, അതും അല്ലെങ്കിൽ 14 കുറയ്ക്കണം 11 ആണ്. അതായത് ഒരു പദത്തിൽ നിന്ന് തൊട്ട് പിന്നിലുള്ള പദം കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. പക്ഷെ നേരെ മറിച്ച്
സമാന്തര ശ്രേണിയിൽ എവിടെയെങ്കിലുമുള്ള രണ്ട് പദങ്ങളാണ് തരുന്നതെങ്കിലോ? ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു അഞ്ചാം പദവും തന്നു. ഉദാഹരണത്തിന് അഞ്ചാം പദം 10 ആണെന്ന് പറഞ്ഞു എന്നിരിക്കാം. ഒരു എട്ടാം പദം എന്ന് പറയുന്നത് 19 എന്നും തന്നു എന്നിരിക്കാം. ഇവർ തൊട്ടടുത്ത രണ്ട് പദങ്ങളല്ല. അല്ലല്ലോ? അല്ല. തൊട്ടടുത്ത രണ്ട് പദങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നമുക്ക് അതിൽ നിന്ന് ഒരു പദത്തിൽ നിന്ന് ബാക്കിലുള്ള പദം കുറച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവർ തൊട്ടടുത്ത രണ്ട് പദങ്ങളല്ല. അഞ്ചാം പദത്തിൻ്റെയും എട്ടാം പദത്തിൻ്റെയും ഇടക്ക് 3 പദങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. ശരിയല്ലേ? അഞ്ചാം പദം കഴിഞ്ഞ ആറാം പദവും ഏഴാം പദവും കഴിഞ്ഞിട്ട്, സോറി, 2 പദങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആറാം പദവും ഏഴാം പദവും കഴിഞ്ഞിട്ടാണ് നമുക്ക് എട്ടാം പദത്തിലേക്ക് നമ്മൾ എത്തുന്നത്. 2 പദങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ശരിയല്ലേ? ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പദങ്ങൾ കണ്ടെത്താൻ കഴിയും, ഈ ഗ്യാപ്പ് നികത്താൻ കഴിയും. എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് സംശയം. അവിടെ പൊതുവ്യത്യാസം കണ്ടെത്താൻ നമ്മളൊരു വഴി പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം എന്നതാണ് നമ്മൾ പൊതുവ്യത്യാസം കാണാനുള്ള വഴിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എപ്പോ? 2 പദങ്ങൾ തന്നാൽ. ഒരു സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം കാണാനുള്ള വഴിയാണ് പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഉദാഹരണത്തിന് ഒരു ചോദ്യം ചെയ്തു നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 18 ആണ്. അപ്പൊ നമ്മൾ എഴുതുക 3-ാം പദം 18. 9-ാം പദം 42 ആണ്. അപ്പോ x9 42. പൊതുവ്യത്യാസം എത്ര? 20-ാം പദം എത്ര? 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് പൊതുവ്യത്യാസമാണ് ചോദിച്ചത്. ശ്രദ്ധിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താ? 2 പദങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ശരിയല്ലേ? 3-ാം പദവും ഉണ്ട്, 9-ാം പദവും ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 2 പദം തരികയാണെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ നമ്മുടെ കയ്യിൽ വഴിയുണ്ടല്ലോ. എന്തായിരുന്നു? പദവ്യത്യാസം. ശരിയാ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസത്തിന് സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം പറഞ്ഞു നോക്കാം. ഇവിടെ എങ്ങനെയാ പൊതുവ്യത്യാസം പറയാ? പൊതുവ്യത്യാസം സമം പദവ്യത്യാസം. 42ഉം 18ഉമാണ് പദങ്ങൾ. ഓക്കെ, ഈ 2 ആളുകളാണ് ആര്? പദങ്ങളായി വരുന്നത്. പദങ്ങൾ. ഈ 3ഉം 9ഉം ആരാണ് ശരിക്ക്? അവർ ഈ പദങ്ങളുടെ സ്ഥാനങ്ങളാണ്. അറിയാലോ, ഇവിടെ എഴുതുന്നവരാണ് സ്ഥാനങ്ങൾ. ഇവർ ജസ്റ്റ് സ്ഥാനങ്ങൾ മാത്രമാണ്. ഈ 2 ആളുകളാണ് പദങ്ങൾ. 3-ാം പദം, അതായത് 3-ാമത്തെ ആള് എന്നാണ് അർത്ഥം. അപ്പൊ 3 എന്ന് പറയുന്നത് അവയുടെ സ്ഥാനമാണ്, 3-ാമത്തെ ആളാണ് എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പൊതുവ്യത്യാസം പറയുമ്പോൾ പദവ്യത്യാസം, അതായത് 42-ൽ നിന്ന് 18-നെ കുറക്കുന്നു, ഹരിക്കണം. സ്ഥാനവ്യത്യാസം കൊടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ആരാണോ ആദ്യം എഴുതിയത് അയാളുടെ സ്ഥാനമാണ് അടിയിൽ എഴുതേണ്ടത്. അപ്പൊ ഈ ആളുടെ സ്ഥാനം ഇവിടെ എഴുതാം, അങ്ങനെ കുറക്കാവൂ. സോ 42-ന്റെ സ്ഥാനം 9, 18-ന്റെ സ്ഥാനം 3. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയൊക്കെ എളുപ്പമാണ്. സോ 42-ൽ നിന്ന് 18 കുറക്കുന്നു, 9-ൽ നിന്ന് 3 കുറക്കുന്നു. എത്രയാണ് നമുക്ക് കിട്ടുക? 24 ഹരിക്കണം 6 എന്ന് കിട്ടി. അതായത് 4 എന്ന് ഉത്തരം കിട്ടി. അല്ലേ? പൊതുവ്യത്യാസം 4 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ, പൊതുവ്യത്യാസം 4. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യവും കൂടി ഉണ്ടല്ലോ. 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. 20-ാം പദം എത്ര? ബി ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം. 20-ാം പദം x20. എങ്ങനെയാ നമ്മളൊരു പദം കണ്ടെത്തുക? ഉള്ള പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കൂട്ടിയിട്ട് കണ്ടെത്താൻ കഴിയും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശരിയല്ലേ? ഓക്കെ, 20-ാം പദം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പദം വേണം. ഉണ്ടല്ലോ, 9-ാം പദം നമ്മുടെ കയ്യിലുണ്ട്, 3-ാം പദവും ഉണ്ട്. ഞാൻ തൽക്കാലം 9-ാം പദം എടുത്തു. ഓക്കെ, 9-ാം പദം. 9-ാം പദത്തിൽ നിന്ന് 20-ാം പദത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വെറുതെ എന്നെത്തോ? ഇല്ല, പൊതുവ്യത്യാസം കൂട്ടണം. ഒരു തവണ കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല.
9ാം പദത്തിനോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാം പദത്തിലേക്ക് എത്തുള്ളൂ, 20ാം പദത്തിലേക്ക് എത്തൂല. അപ്പൊ 20ാം പദത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 9ൽ നിന്ന് 20ലേക്ക് 11 തവണ പൊതുവ്യത്യാസം കൂട്ടേണ്ടതുണ്ട്. സോ 11D. അപ്പൊ 20ാം പദം പറയുമ്പോൾ 9ാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് 42 ആണ്. സോ 42നോട് 11 ഗുണിക്കണം പൊതുവ്യത്യാസം എത്രയാ? 4. അതായത് 42 കൂട്ടണം 44, അതായത് 86 എന്നുത്തരം കിട്ടി. അപ്പൊ 20ാം പദം 86 ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് പൊതുവ്യത്യാസം കാണാനാണ് സമാന്തര ശ്രേണിയുടെ 2 പദങ്ങൾ തന്നാൽ. ഇത് പഠിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പദങ്ങളുടെ എണ്ണം എങ്ങനെ കാണും. പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സ്ഥാനം എങ്ങനെ കണ്ടെത്തും? പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു പദത്തിന്റെ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പഠിച്ചിട്ടുള്ള ആശയം. ഓക്കെ, അവിടെ നമ്മൾ പഠിച്ച ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നതും അതുവരെയുള്ള പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ 5, 8, 11, 14, 17 എന്ന് ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. ഈ 17 എത്രാമത്തെ പദമാണ്? അതായത് 17ന്റെ സ്ഥാനം എത്രയാ? 1, 2, 3, 4, 5. 5ആണ് 17ന്റെ സ്ഥാനം. ഇതിൽ എത്ര പദങ്ങളുണ്ട്? 5 പദങ്ങളുണ്ട്. കാരണം 17 5ാമത്തെ ആളാണ്. 17 5ാമത്തെ ആളാണ്. അപ്പൊ അതിൽ 5 പദങ്ങളുണ്ട്. കാരണം ഇയാൾ അവസാനത്തെ ആള് കൂടിയാണ്, അല്ലേ? ഇനി ഞാൻ നേരെ മറിച്ചിട്ട് ഒരു 20, 23 എന്ന് എഴുതി എന്ന് വിചാരിക്കാം. ഇതിൽ എത്ര പദങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7 പദങ്ങളുണ്ട്. അപ്പൊ 23 എത്രാമത്തെ പദ? 7ാമത്തെ പദമാണ്. സിമ്പിൾ. അപ്പോൾ ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നതും ഇതിലുള്ള പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതാണ് സ്ഥാനം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എണ്ണം കണ്ടുപിടിക്കുക, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയായത്. നമ്മൾ ഈ പദത്തിന്റെ സ്ഥാനത്തിന് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണത്തിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ n ആണ്. n എന്നാ കൊടുക്കുക. അത് കാണാൻ നിങ്ങളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ടാവും. n എന്ന് പറഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 എന്ന സമവാക്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ കഴിയും. ഇതിനെ ചുരുക്കിയിട്ട് n സമം xn മൈനസ് x1 ബൈ d +1 എന്നും നമ്മൾ പറയാറുണ്ട്. x എന്ന് പറഞ്ഞാൽ അവസാന പദമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് സമവാക്യം. ഇതാണ് പദങ്ങളുടെ എണ്ണം കണ്ടെത്താനുള്ള ഐഡിയ. ചെക്ക് ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. 5, 11, 17, എക്സെട്ര 149. ചോദ്യം, ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? അതായത് പദങ്ങളുടെ എണ്ണമാണ് നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ശരിയല്ലേ? സോ എങ്ങനെയാണ് നമ്മൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക? നമ്മുടെ കയ്യിൽ ഒരു ട്രിക്ക് ഉണ്ട്. എന്താ? പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ആരാടാ ഇതിൽ അവസാന പദം എന്ന് പറയുന്നത്? ഇതിൽ ഏറ്റവും അവസാനത്തെ പദം 149 ആണ്. അതുവരെയുള്ള പദങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോ 149 കുറയ്ക്കണം ആദ്യ പദം എത്രയാ? 5 ബൈ പൊതുവ്യത്യാസം എത്രയാ? 5നോട് എത്ര കൂട്ടുമ്പോയാ 11 കിട്ടുക? 6 കൂട്ടുമ്പോൾ. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 6 കൂട്ടുമ്പോൾ അപ്പൊ പൊതുവ്യത്യാസം എത്ര നമുക്ക് പറയാം? 6 ആണ്, അല്ലെ? അല്ലെങ്കിൽ 11 കുറക്കണം 5 സമം 6 എന്ന് നമുക്ക് പറയാം. അപ്പൊ പൊതുവ്യത്യാസം 6 +1. ഇതാണ് നമ്മുടെ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ശരിയല്ലേ? 149 5 കുറച്ചാൽ 144 ഹരിക്കണം 6 +1 എന്നായിട്ട് മാറി, ഇല്ലേ? 120 ആകുമ്പോൾ നമുക്ക് 20 ഉണ്ടാകും. പിന്നെ ഒരു 24 ആണ്, അതായത് 4 ഉണ്ടാവും. സോ 24 + 1 സമം 25 പദങ്ങൾ എന്ന് നമുക്ക് പറയാം.
അപ്പൊ ഈ സമാന്തര ശ്രേണിയിൽ 25 പദങ്ങളായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. എളുപ്പല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സമാന്തര ശ്രേണിയിൽ ഒരു പദം കണ്ടെത്താൻ നമുക്കറിയാം, സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കണ്ടെത്താൻ നമുക്കറിയാം, സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ നമുക്ക് അറിയാം. ഇനി അടുത്തൊരു സംശയം, സമാന്തര ശ്രേണിയിലെ ഒരു സംഖ്യ അതിലെ പദമാണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യും? പദമാണോ? ഉദാഹരണത്തിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3, അതേപോലെ തന്നെ 7, 11, 15, എക്സെട്ര. ഓക്കെ, 4 പൊതുവ്യത്യാസമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണി. എൻ്റെ ചോദ്യം, 215 ഒരു പദമാണോ? ഒരു സംഖ്യ ഒരു പദമാണോ എന്നെങ്ങനെ പരിശോധിക്കും എന്നതാണ് നമ്മുടെ ചോദ്യം. ഇതിന് നമുക്ക് പല വഴികൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരു വഴി എന്ന് പറയുന്നത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും എന്ന് പറയുന്ന ഒരു ആശയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സമാന്തര ശ്രേണിയിലെ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുനോക്കാം. പദവ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് ഇതിൽ 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് 215 മറ്റൊന്ന് 15. ഞാൻ വ്യത്യാസം കണ്ടു. എത്ര നമുക്ക് കിട്ടിയത്? 215 നിന്ന് 15 കുറച്ചാൽ നമുക്ക് 200 കിട്ടി. ഇത് പദങ്ങളുടെ വ്യത്യാസം. ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പദങ്ങളുടെ വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയും എന്നതാണ്. സോ പദങ്ങളുടെ വ്യത്യാസത്തെ ഞാൻ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കാം. 4 കൊണ്ട് ഹരിച്ചു. 4 അല്ലേ നമ്മുടെ പൊതുവ്യത്യാസം ഉള്ളത്? അതെ, 4 കൊണ്ട് ഹരിച്ചു. സോ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 200-ന് 50 ഗുണിക്കണം 4 ആണ് 200 എന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. അതായത് പൊതുവ്യത്യാസം കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ കഴിയും എന്ത്? പൊതുവ്യത്യാസം കൊണ്ട് d = 4. ഓക്കെ, ഇതുകൊണ്ട് ഹരിക്കാം. അങ്ങനെയാണെങ്കിലോ അതുകൊണ്ട് 215 ഒരു പദമാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു പദമായി മാറും. ശരിയല്ലേ? ഏത് പൊതുവ്യത്യാസം കൊണ്ട് എന്തിനെ ഹരിക്കാൻ കഴിയേണ്ടത്? പദത്തിനെ അല്ല, പദവ്യത്യാസത്തെയാണ്. ഈ പദത്തിൽ നിന്ന് നിങ്ങളോട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പദം ഉണ്ടല്ലോ, ആ പദത്തിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു പദം കുറക്കാം. 215-ന്ന് 3 കുറക്കാം, അല്ലെങ്കിൽ 7 കുറക്കാം, അല്ലെങ്കിൽ 11 കുറക്കാം, അല്ലെങ്കിൽ 15 കുറക്കാം. ഏതെങ്കിലും ഒരാളെ കുറക്കാം. ആ കിട്ടുന്ന സംഖ്യനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുക. പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കൃത്യമായി ഹരിക്കാൻ കഴിയുമെങ്കിൽ അയാൾ പദമാണ്, അല്ലെങ്കിൽ പദമല്ല. ഇതാണ് നമ്മുടെ ടെക്നിക്ക്. അറിയാലോ? അടുത്ത ആശയം എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം എന്ന് പറയുന്ന ആശയമാണ്. ബീജഗണിത വാചകം. ഈ ബീജഗണിത വാചകത്തിന് തന്നെയാണ് നമ്മൾ n-ാം പദം എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം എന്ന് പറഞ്ഞാൽ dn + f - d എന്നതാണ് എന്ന് നമുക്കറിയാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത വാചകം dn + f - d ആണ്. മറ്റൊരു തരത്തിൽ ഇങ്ങനെയും പറയാറുണ്ട്, an + b എന്ന രൂപത്തിലാണ്. അതിൽ a എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവ്യത്യാസമാണ്, b എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് പൊതുവ്യത്യാസമാണ്, f + d. ഓക്കെ, സോറി, ആദ്യ പദം -d ആണ്, f - d ആണ് എന്ന് പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ? a എന്ന് പറഞ്ഞാൽ d ആണെന്ന് പറഞ്ഞാൽ അപ്പൊ dn ആയി മാറി, a എന്നുള്ളത് dn ആവും. b f - d എന്ന് പറയുന്നതാണ് എന്ത്? b എന്ന് പറയുന്നുണ്ട്. സോ ഈ ബിക്ക് പകരം f - d കൊടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഏത്? dn + f - d. ഇതായിരിക്കും ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം എന്ന് പറയുന്നത്. n-ാം പദത്തിനെ നമ്മൾ പൊതുരൂപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
ബീജഗണിതവാചകം എന്നും നമ്മൾ പറയാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതവാചകം 5n + 4 ആണ് എങ്കിൽ ശ്രേണി രൂപീകരിക്കുക. ഇതാണ് ചോദ്യം. നമുക്ക് ബീജഗണിതവും വാചകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ചോദ്യങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 1 ബീജഗണിതവാചകം കണ്ടുപിടിക്കാനാണ്. 2 ബീജഗണിതവാചകം തന്നാൽ ശ്രേണി രൂപീകരിക്കാനാണ്. ഉദാഹരണത്തിന് ഇവിടെ തന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതവാചകം 5n + 4 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നോക്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, തന്നിരിക്കുന്ന ആളെ xn എന്ന് നമുക്ക് വിളിക്കാം. അതായത് ബീജഗണിതവാചകം n-ാം പദം 5n + 4. എന്നിട്ട് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത് ശ്രേണിയാണ്. ശ്രേണി രൂപീകരിക്കാനാ ചോദ്യം. എങ്ങനെയാ നമ്മൾ ശ്രേണി രൂപീകരിക്കുക? നിങ്ങൾക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? എങ്ങനെ നമ്മൾ രൂപീകരിക്കുക? n-ന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 1-ാമത്തെ പദം കിട്ടും അല്ലേ? n-ന് 1 എന്ന് കൊടുത്തു നോക്കുക. ഇടതുവശത്തും കൊടുക്കുക, വലതുവശത്തും കൊടുക്കുക. 1 എന്ന് കൊടുക്കുമ്പോൾ 51 അല്ല ആവുക, ആണോ? അല്ല. 5n എന്ന് പറഞ്ഞാൽ എന്താ? 5 ഗുണിക്കണം n എന്നാണ്. അപ്പോൾ 5 ഗുണിക്കണം 1 + 4 എന്ന് വരും. 5 ഗുണിക്കണം 1 പറഞ്ഞാൽ 5. 5ഉം 4ഉം ചേർത്താൽ 9ആയി. 1-ാം പദം 9 ആണെന്ന് മനസ്സിലായി. ഇനി n-ന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താലോ നമുക്ക് 2-ാം പദം കിട്ടും. അപ്പോൾ x2 കിട്ടി. ഇടതുവശത്തും n-ന് 2 കൊടുക്കുക, വലതുവശത്തും കൊടുക്കുക. 5 ഗുണിക്കണം 2 + 4. 5 ഗുണിക്കണം 2 എത്രയാ? 10. 10 + 4 അതായത് 14 എന്ന് മനസ്സിലായി. 2-ാം പദം കിട്ടി. ഇനി n-ന് 3 എന്ന് കൊടുത്താലോ നമുക്ക് x3 കിട്ടും, അതായത് 3-ാം പദം. 5 ഗുണിക്കണം 3 + 4 അതായത് 5 ഗുണിക്കണം 3 + 4. 5 ഗുണിക്കണം 3 എത്രയാ? 15. 15ഉം 4ഉം കൂടി ചേർത്താൽ നമുക്ക് 19 എന്നുത്തരം അല്ലേ? അപ്പൊ ശ്രേണി എങ്ങനെ ഉണ്ടാവുക? ശ്രേണി ഉണ്ടാവുക 1-ാം പദം 9, 2-ാം പദം 14, 3-ാം പദം 19. അപ്പോ 1-ാം പദം 9, 2-ാം പദം 14, 3-ാം പദം 19 എക്സെട്ര. ഇങ്ങനെ നമുക്ക് ശ്രേണിയെ പരിചയപ്പെടുത്താം. വേറെയും രീതികളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ വരുന്ന ആള് പൊതുവ്യത്യാസമായിരിക്കും, n ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന ആള് ആദ്യപദമായിരിക്കും എന്നൊക്കെ ആശയം പറയും. 5ഉം 4ഉം കൂട്ടിയാൽ 9 ആദ്യപദം, 5 പൊതുവ്യത്യാസം. അങ്ങനെയും ശ്രേണി രൂപീകരിക്കാവുന്നതാണ്. ഇത് ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് ശ്രേണിയുടെ ബീജഗണിതവാചകം തന്നാൽ ശ്രേണി കണ്ടുപിടിക്കുന്ന രീതി. ഇത് 1-ാം പദവും 2-ാം പദവും 3-ാം പദവും മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് പദം വേണമെങ്കിലും കണ്ടെത്താം. 10-ാം പദം കണ്ടെത്തണോ നിങ്ങൾക്ക്? എന്ത് ചെയ്താൽ മതി? n-ന്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുത്താൽ മതി. 100-ാം പദം കിട്ടണോ? n-ന്റെ സ്ഥാനത്ത് 100 എന്ന് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യം പരിചയപ്പെടാം. ഓക്കെ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n + 5 ആണ്. ശ്രേണിയുടെ ആദ്യപദം, പൊതുവ്യത്യാസം എന്നിവ എഴുതുക. 2020 SSLC എക്സാമിന് ചോദിച്ച ചോദ്യ. അതായത് xn എന്ന് പറഞ്ഞാൽ 3n + 5 ആണ്. അങ്ങനെയാണെങ്കിൽ ശ്രേണിയുടെ ആദ്യപദവും എഴുതണം, പൊതുവ്യത്യാസം എഴുതണം. എങ്ങനെ ആദ്യപദവും പൊതുവ്യത്യാസം കണ്ടെത്തുക? n-ന് 1 എന്ന് കൊടുത്താൽ നമുക്ക് ആദ്യപദം കിട്ടും. x1 = 3 ഗുണിക്കണം 1 + 5. 3 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 3 + 5 = 8 എന്ന് ആദ്യപദത്തെ നമുക്ക് കിട്ടി. അടുത്ത നമുക്ക് 2-ാം പദം കണ്ടുപിടിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. നേരിട്ടും പറയട്ടോ പൊതുവ്യത്യാസം. n-ന്റെ കൂടെ വരുന്ന ആള് പൊതുവ്യത്യാസമായിരിക്കും 3. നോക്കാം നമുക്ക്. ഞാൻ n-ന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ x2 കിട്ടി. 3 ഗുണിക്കണം n ആണ്, അതായത് 3 ഗുണിക്കണം 2 + 5 ഇങ്ങനെ കിട്ടി. 3 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 6, 6 + 5 = 11 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്ക് ആദ്യപദം അതായത് 1-ാം പദം x1 എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യപദം 8, പൊതുവ്യത്യാസമായ d എന്ന് പറയുന്നത് 2-ാം പദത്തിൽ നിന്ന് 1-ാം പദം കുറച്ചാൽ കിട്ടുന്നത് ആളാണ്. അതായത് x2 - x1 ആണ്. 11 കുറയ്ക്കണം 8, 3 എന്നുത്തരം. എളുപ്പല്ലേ? ഓക്കെ. അപ്പൊ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ നമുക്ക് ബീജഗണിത രൂപത്തിൽ നിന്ന് ശ്രേണി കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്ക്. ആദ്യപദം 8ഉം
പൊതുവ്യത്യാസം 5 ആയ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. എങ്ങനെയാ? ആദ്യ പദം 8, പൊതുവ്യത്യാസം 5. ഇത് രണ്ടുമാണെങ്കിൽ ബീജഗണിതവാചകം കാണാനാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാ നമ്മൾ ബീജഗണിതവാചകം കാണാം? ശ്രദ്ധിച്ചോളൂ, വളരെ എളുപ്പമാണ്. ബീജഗണിതവാചകം എന്ന് പറഞ്ഞാൽ n-ാം പദമാണ്, അതായത് xn ആണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചത് dn പ്ലസ് f - d എന്ന സമവാക്യമാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, f എന്ന് പറഞ്ഞാൽ ആദ്യപദം അല്ലെ? ആദ്യപദത്തിന് f എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. സോ നേരെ വില ഇട്ട് കൊടുത്താൽ മതി, അതിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ dn എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? d 5. അപ്പോ 5n പ്ലസ് f എന്ന് പറഞ്ഞാൽ എത്രയാ? 8 മൈനസ് d, അതായത് -5. അപ്പോ 5n, 8 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടി. 5n + 3, ഇതാണ് ബീജഗണിതവാചകം. എന്ത് സിമ്പിളായ ചോദ്യം നോക്ക് അല്ലേ? നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. മറ്റൊരു ചോദ്യം നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിതവാചകം 5n + 3 ആണ് എങ്കിൽ 1-ാം പദം എത്ര? അതുപോലെ ഈ ശ്രേണിയിലെ ഏത് പദത്തെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. SSLC 2018 ചോദിച്ച ചോദ്യം. നോക്കാം നമുക്ക്. ബീജഗണിതവാചകം, അതായത് നമ്മൾ അതിനെ xn എന്ന് വിളിക്കും, 5n + 3 ആണ്. ഓക്കെ, ബീജഗണിതവാചകം അതായത് xn ആണ്, 5n + 3 ആണ്. 1-ാം പദം എത്രയാണെന്നാണ് നമ്മുടെ 1-ാമത്തെ ചോദ്യം. എങ്ങനെയാ 1-ാം പദം കണ്ടുപിടിക്കുക? n-ന് 1 കൊടുത്താൽ 1-ാം പദം കിട്ടും. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളായി നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ n-ന് 1 കൊടുത്താൽ x1 കിട്ടി, അതായത് 5 ഗുണിക്കണം 1 + 3 ആണ്. 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5. 5 കൂട്ടണം 3, അതായത് 8 എന്ന് കിട്ടി. 1-ാം പദം 8 എന്നതിലേക്ക് എത്തി. അപ്പൊ A ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 1-ാം പദം കണ്ടെത്തി. ഇനി B ക്വസ്റ്റ്യൻ എന്താ? ഈ ശ്രേണിയിലെ ഏത് പദത്തെയും, ആരായാലും കുഴപ്പമില്ല, ഏത് പദത്തെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാ? എടാ, ഏത് പദത്തെയും ഹരിക്കുക എന്ന് പറയുമ്പോൾ 1-ാം പദത്തിന് ഹരിച്ചാലും പോരെ? മതി. അപ്പൊ ഞാൻ 1-ാം പദത്തിനെ ഞാൻ ഹരിച്ചു നോക്കി. ഓക്കെ, 1-ാം പദത്തിനെ ഞാൻ 5 കൊണ്ട് ഹരിച്ചു നോക്കി. 1-ാം പദം എത്രയാ? 8. 8-നെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്താ കിട്ടുക? 8 ഹരിക്കണം 5, 1 5, 5 ശിഷ്ടം 3. നമ്മളോട് ചോദിച്ചത് ഉത്തരം എത്രയാന്നുള്ളതല്ല, പകരം ശിഷ്ടം എത്രയാന്നാ. അപ്പൊ നമുക്ക് പറയാവുന്ന കാര്യം, ശിഷ്ടം എന്ന് പറയുന്നത് 3 എന്ന് പറയാം. 1-ാം പദത്തിന് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 ആണെങ്കിൽ 2-ാം പദത്തിന് 5 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 3 തന്നെയായിരിക്കും കിട്ടുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ? ഇത്രയുമാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിതവാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ എന്തായാലും ഉറപ്പിച്ചോളൂ, എക്സാമിന് ബീജഗണിതവാചകവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്. ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയെ പറ്റിയിട്ടാണ്. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയെ പറ്റി. സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുകയെ പറ്റി നമ്മൾ ആദ്യം പഠിച്ചത് എണ്ണൽ സംഖ്യകളുടെ തുകയെ പറ്റിയാണ്. എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുകയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം 1 + 2 + 3 + എക്സെട്രാ + n. എന്താ ഈ 1 + 2 + 3 + എക്സെട്രാ + n എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് കാണാൻ നമ്മൾ പഠിച്ചൊരു ഐഡിയ എന്താ അറിയാം? അവസാനത്തെ ആളെടുക്കുക n, ഗുണിക്കണം ഇതിനെ തൊട്ടടുത്ത ആളെടുക്കുക. n കഴിഞ്ഞാൽ അടുത്ത ആളാരാ? n + 1. ശരിയല്ലേ? n ഗുണിക്കണം n + 1, അതിനെ 2 കൊണ്ട് ഹരിക്കാം. n ഗുണിക്കണം n + 1/2 ആണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കാം. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, 1-ൽ നിന്ന് തുടങ്ങുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തുടർച്ചയായ എണ്ണൽ സംഖ്യ ആയിരിക്കണം. ഇതിൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സമവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ അവസാനത്തെ ആള് ഗുണിക്കണം, അതിനുശേഷം വരുന്ന ആള് ഹരിക്കണം 2 ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന്, നമുക്ക്
ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിലോ, അതായത് 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം എക്സെട്ര n ഒറ്റ സംഖ്യ, n ഒറ്റ സംഖ്യ. അവസാനത്തെ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 2n - 1 ആയിരിക്കും. അത് നിങ്ങൾ വിഷയാക്കണ്ട. പകരം n എണ്ണം n ആണെന്ന് മനസ്സിലാക്കിച്ചാൽ മതി. ഇതിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച സമവാക്യം n² എന്നാ, പദങ്ങളുടെ എണ്ണത്തിന്റെ വർഗം. ഓക്കെ. പിന്നെ അടുത്ത പഠിച്ചത് 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം എക്സെട്ര ഇങ്ങനെ n എണ്ണൽ സംഖ്യകൾ, n ഇരട്ട സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ ഇത് കഴിഞ്ഞു, ഇനി ഇരട്ട സംഖ്യകൾ. എന്നാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2n. അത് നിങ്ങൾ വിഷയാക്കണ്ട. പകരം നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിച്ചാൽ മതി, n ഇരട്ട സംഖ്യകൾ. ഓക്കെ. ഇത് n ഒറ്റ സംഖ്യകളാണ്, ഇവിടെ n ഇരട്ട സംഖ്യകളാണ്. ഇവിടെയോ n എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ. ഇതിന്റെ തുക കാണാനുള്ള സമവാക്യം n ഗുണിക്കണം n+1 എന്നാണ്. ദാ ഈ സമവാക്യത്തിന്റെ അടിയത്തെ 2 ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഇതിന്റെ സമവാക്യം എന്ന് പറയുന്നത്. ഈ 3 സമവാക്യങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്. നിർബന്ധമൊന്നുമല്ല, വേറെ വഴികളുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേറെയും വഴികളുണ്ട്. പക്ഷെ അത് പഠിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം, ചോദ്യം നോക്കാം. തുക കാണുക. നമുക്ക് തുക കാണാൻ വേണ്ടിയിട്ട് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്ക്. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം എക്സെട്ര +30 അല്ലേ? അപ്പൊ ഇത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ഇവയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? എന്തായാലും നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. നോക്ക്, n × n+1/2. തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണെങ്കിൽ തുക കാണാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അവസാനത്തെ സംഖ്യ എടുക്കുക, അതിന് ശേഷം വരുന്ന സംഖ്യ എടുക്കുക, ഹരിക്കണം 2 നോക്കുക. അവസാനത്തെ സംഖ്യ 30, അതിന് ശേഷം വരുന്ന സംഖ്യ 31, ഹരിക്കണം 2. ഇതായിരിക്കും നമ്മുടെ സംഖ്യ ഉണ്ടാവുക. ഓക്കെ. 30ഉം 31ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 930 ഉണ്ടാവും, ഹരിക്കണം 2 എന്ന രൂപത്തിലേക്ക് എത്തും. ഓക്കെ. ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് കാണാം. ബാക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് വില കണ്ടുപിടിക്കാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ കാണുകയാണെങ്കിൽ 310ഉം 155ഉം 465 എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഈ രീതിയിലേക്ക് കണ്ടെത്താം. അടുത്തത് 2 കൂട്ടണം 4 കൂട്ടണം 6 കൂട്ടണം എക്സെട്ര 40. ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യകളുടെ തുക കണ്ടെത്താൻ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? n ഗുണിക്കണം n+1. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിൽ എത്ര പദങ്ങളുണ്ട്? 40 പദങ്ങളുണ്ടോ അവിടെ? ഇല്ല. 1 മുതൽ 40 വരെയുള്ളതിൽ ചിലരൊക്കെ മിസ്സിംഗ് ആണ് ഇതില്. ഇവിടെ നമ്മൾ n എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പദങ്ങളുടെ എണ്ണമാണ്, അല്ലാതെ അവസാനത്തെ ആളല്ല. അപ്പൊ n പദങ്ങളുടെ എണ്ണം 40 ഇല്ല അവിടെ. അപ്പൊ നമുക്ക് ഇവിടെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം. ഒന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. 1 മുതൽ 40 വരെയുള്ളതിൽ ഉള്ള ഇരട്ട സംഖ്യകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ 20 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടില്ലേ? എന്താ നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് എണ്ണം കണ്ടുപിടിക്കാം. ഏത് സമാന്തര ശ്രേണിയിൽ ഉപയോഗിക്കാവുന്നതാണ്, കാരണം ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ അവസാന പദം എന്ന് പറഞ്ഞാൽ 40 മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 2 ബൈ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 + 1. 40 2 കുറച്ചാൽ 38, 38നെ 2 കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക, അതായത് 19 + 1 = 20 എന്ന് മനസ്സിലായി. 20 പദങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുക 20 ഗുണിക്കണം 21, n ഗുണിക്കണം n+1. അപ്പൊ 20 ഗുണിക്കണം 21, n എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം. 20 ഗുണിക്കണം 21 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവല് സ്വാഭാവികമായിട്ടും 420 എന്ന് നമുക്ക് പറയാം. 420 ആയിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ചോദ്യം 1 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളാണ്. നോക്ക്, 1, 3, 5 എക്സെട്ര ഒറ്റ സംഖ്യകളാ. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ച സമവാക്യം എന്താ? n². പദങ്ങളുടെ എണ്ണത്തിന് വർഗം കണ്ടാൽ മതി. എണ്ണത്തിന്റെ വർഗം പ്രത്യേകം ശ്രദ്ധിക്കണം. എടാ, 1 മുതൽ 49 വരെ എത്ര പദങ്ങളുണ്ട് അറിയാം നിങ്ങൾക്ക്?
25 പദങ്ങളുണ്ട്. 50 വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകളൊന്നുമില്ല, ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ 25 ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ സമവാക്യം വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം പദങ്ങളുടെ എണ്ണം. 25 ആണെങ്കിൽ 25ന്റെ വർഗ്ഗമായിരിക്കും ഉത്തരം, അതായത് 625 എന്ന ഉത്തരം. സിമ്പിളായിട്ട് നമുക്ക് തുക കണ്ടുപിടിക്കാം, ശരിയല്ലേ? ഇനി മറ്റൊരു പൊതുവായി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിന്റെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നേരിക്കാം. സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മളൊരു സമവാക്യം പഠിച്ചിട്ടുണ്ട്. എന്താ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. അല്ലെങ്കിൽ മറ്റൊരു സമവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. a ഇൻറ്റു n ഇൻറ്റു n+1/2 പ്ലസ് bn എന്ന് പറയും. ഇവിടെ a എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവ്യത്യാസമാണ്, b എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് f-d ആണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സമവാക്യം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടെത്താൻ കഴിയും. അതിൽ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ഈ ആശയമാണ്, ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞത് നേരത്തെ പഠിച്ചിട്ടുള്ള ഇത് പഠിക്കണമെന്ന് നിർബന്ധമല്ല എന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്, നിർബന്ധമല്ല എന്ന് പറയാൻ കാരണം ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ടും ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ഒന്നാമത്തെ ചോദ്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പഠിച്ച സമവാക്യം എന്താ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. n എന്നതിൻ്റെ ഉദ്ദേശം പദങ്ങളുടെ എണ്ണമാണ്. എത്ര പദങ്ങളുണ്ട് ഇതിൽ? 30 പദങ്ങൾ. അപ്പോൾ 30 ഹരിക്കണം 2 ഗുണിക്കണം ആദ്യ പദം എത്രയാ? 1 പ്ലസ് അവസാന പദം എത്രയാ? 30. അതായത് 30 ഗുണിക്കണം 31 ഹരിക്കണം 2 എന്നായിട്ട് മാറി. അതന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്? ആണ്, ശരിയാ. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും ഒരേ ഉത്തരമാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. തുക കാണുക. 11, 14, 17 എക്സെട്ര 89. ഇതൊരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയാ? 14 നിന്ന് 11 കുറച്ചാൽ 3. അതുപോലെ 14 നിന്ന് 3 കൂട്ടിയാൽ 17. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയാണെന്ന് മനസ്സിലായി. തുക കാണണമെങ്കിൽ ഇത് തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ല, തുടർച്ചയായ ഒറ്റ സംഖ്യകളല്ല, 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളല്ല, 2 മുതലുള്ള ഇരട്ട സംഖ്യകളും അല്ല. അപ്പോൾ നമുക്ക് തുക കണ്ടുപിടിക്കാൻ നമുക്ക് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കാം. അവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് n കിട്ടിയിട്ടില്ല. n എന്ന് പറഞ്ഞാൽ എന്താ? പദങ്ങളുടെ എണ്ണം കിട്ടിയിട്ടില്ല. സോ നമുക്ക് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ച് നോക്കാം. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മളെ കയ്യിലുള്ള സമവാക്യം എന്താ? അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1 എന്നതാണ് നമ്മളെ കയ്യിലുള്ള സമവാക്യം. അവസാന പദം ആരാണ്? 89 മൈനസ് ആദ്യ പദം ആരാ? 11 ബൈ പൊതുവ്യത്യാസം എത്രയാ? 3 + 1. 89ൽ നിന്ന് 11 കുറച്ചാൽ 78 ഹരിക്കണം 3 + 1 എന്നായിട്ട് മാറി അല്ലേ? ഇത് 26 എന്നായിട്ട് മാറി +1, അതായത് 27 പദങ്ങൾ എന്നർത്ഥം അല്ലേ? അപ്പൊ പദങ്ങളുടെ എണ്ണം എത്രയാണെന്ന് മനസ്സിലായി? 27 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണെങ്കിൽ നമുക്ക് തുക കാണാം. തുക എത്ര ഉണ്ടാവുക? n ഹരിക്കണം 2, അതായത് 27 ഹരിക്കണം 2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം ആരാ? 11 പ്ലസ് അവസാന പദം ആരാ? 89. ഇങ്ങനെ ഉണ്ടാവും. സോ 27 ഹരിക്കണം 2 ഗുണിക്കണം 11ഉം 89ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 100 എന്ന് കിട്ടി അല്ലേ? 100നെയും 2നെയും നമുക്ക് ഹരിക്കാം, അല്ലെങ്കിൽ 27 100 തമ്മിൽ ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാലും മതി. അതായത് 27 ഗുണിക്കണം 50 എന്നായിട്ട് മാറി. 100ഉം 2ഉം തമ്മിൽ ഹരിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് 1350 എന്ന് നമുക്ക് തുക കിട്ടും. ശരിയല്ലേ? ഇതായിരിക്കും നമുക്ക് തുക ഉണ്ടാവുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ചില ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. 1, 3, 5, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? 2020 SSLC എക്സാമിന് ചോദിച്ച ചോദ്യം. നോക്കാം. എ ക്വസ്റ്റ്യൻ. 1 + 3 + 5 + 7 + 9. 5 പദങ്ങളാ. ഇത് നിയമം നമുക്ക് വേണമെന്നില്ല.
നമുക്ക് നേരെ കൂട്ടി വയ്ക്കാൻ മതി. 1 3 കൂട്ടിയാൽ 4, 4 5 9, 9 7 16, 16 9 25. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുക, ഇത് ഒറ്റ സംഖ്യകളാണ്. 1 3 5 7 9 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ എണ്ണം സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. n സ്ക്വയർ, അതായത് 5 സ്ക്വയർ സമം 25 അല്ലെ? സമവാക്യം പഠിച്ച അങ്ങനെയല്ലേ? 1 + 3 + 5 + 7 + എക്സെട്ര പ്ലസ് പഠിച്ചത് n സ്ക്വയർ എന്നാണ്. പദങ്ങളുടെ എണ്ണം എടുക്കുക, സ്ക്വയർ ചെയ്യുക. 1 2 3 4 5 5 ആൾക്കാരുണ്ട്, സ്ക്വയർ ചെയ്താൽ 25 എന്ന് കിട്ടും. ഇനി അടുത്ത ചോദ്യം, 1 3 5 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എത്ര? ബി, ആദ്യത്തെ n പദങ്ങളുടെ തുക. ഓക്കെ, ആദ്യത്തെ n പദങ്ങളുടെ തുകക്ക് നമ്മൾ SN എന്നാണ് നമ്മൾ പറയാം. SN അത് കാണാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചത് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്നാണ്. n-ആം പദം നമ്മൾ അറിയുന്ന വിലകളൊക്കെ കൊടുക്കുക. n നമുക്ക് അറിയില്ല, /2 ഇൻറ്റു ആദ്യ പദം എത്രയാ? 1 പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ xn ആണ്. xn-ന് നമ്മളൊരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. xn എന്ന് പറഞ്ഞാൽ എന്താ? dn പ്ലസ് f മൈനസ് ഡി ആണ്. dn പ്ലസ് f മൈനസ് ഡി. d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, അത് 2 n പ്ലസ് f ആദ്യ പദമാണ്, മൈനസ് d അത് പൊതുവ്യത്യാസമാണ്. ഇങ്ങനെ ഉണ്ടാവും. dn, d എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമാണ്, അതാണ് പൊതുവ്യത്യാസം ഇൻറ്റു n, 2n എന്നായിട്ട് മാറിയത്. f മൈനസ് d 1 മൈനസ് 2 എന്ന് വരും. അതായത് n/2 ഇൻറ്റു ഇവിടെ ഒരു 2n ഉണ്ട്, ഞാൻ അതിനെ ആദ്യം എഴുതി. 1 1 കൂട്ടിയാൽ 2, 2 2 കുറച്ചാൽ 0, ഇങ്ങനെ കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് പോയി. പകരം നമുക്ക് കിട്ടുന്നത് n ഗുണിക്കണം n സ്ക്വയർ എന്നാണ് ആദ്യത്തെ n പദങ്ങളുടെ തുക കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടും പറയാം. 1 3 5 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുകയല്ലേ ചോദിച്ചത്? അത് ഒറ്റ സംഖ്യകളല്ലേ? ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച സമവാക്യം എന്താ? ഓക്കെ, ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച സമവാക്യം നോക്ക്. എന്താ? n സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാ ചോദിച്ചത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കണ്ടെത്താം എന്ന് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം, 1/n 3/n 5/n എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക എത്ര? ഈ ബൈ വരുന്ന രൂപത്തിൽ, അംശവും ഛേദവും വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമാണ് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. 1/n 3/n 5/n എക്സെട്ര അല്ലേ നമ്മളോട് പറഞ്ഞത്? ശ്രദ്ധിക്കട്ടോ, 1/n പ്ലസ് 3/n പ്ലസ് 5/n പ്ലസ് എക്സെട്ര, ഇങ്ങനെ എത്ര പദങ്ങളാണ്? n പദങ്ങൾ. n പദങ്ങളുടെ തുകയാണ് ചോദിച്ചത്. എന്ത് ചെയ്യാന്നറിയോ? എടാ, എല്ലാത്തിൻ്റെ ഛേദത്തിലും n കാണുന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ n അങ്ങോട്ട് കോമൺ എടുത്ത് നോക്കിയാലോ? കോമൺ എടുത്താൽ ഇനി ആരാ വരിക നോക്കിയാൽ? ഇവിടെ 1/n-ൽ നിന്ന് 1/n-നെ കോമൺ എടുത്താൽ പിന്നെ 1 ഉണ്ടാകും. 3/n-ൽ നിന്ന് 1/n കോമൺ എടുത്താൽ ബാക്കി 3 ഉണ്ടാകും. ഇവിടെ 5 ഉണ്ടാകും. ഇവിടെ എക്സെട്ര ഇങ്ങനെ പോകും. ശരിയല്ലേ? ആണ്. ഇതിൻ്റെ തുക എന്താ? 1 + 3 + 5 + എക്സെട്ര n സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 1/n ഗുണിക്കണം n സ്ക്വയർ നമ്മൾ പഠിച്ചു. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഗുണിക്കണം n. അതിന് ഒരു n ഇവിടുത്തെ ഒരു n കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം n എന്ന് കിട്ടി. എന്ത് രസമായിട്ട് നമുക്ക് കിട്ടി അല്ലേ? സിമ്പിളാണ്. അടുത്ത ചോദ്യം നോക്ക്. 1/2020 പ്ലസ് 3/2020 പ്ലസ് 5/2020 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 2020 പദങ്ങളുടെ തുക എത്ര? ഇപ്പം നമ്മൾ ഉപയോഗിച്ച അതേ ആശയം അവിടെ ഉപയോഗിച്ചൂടെ? അതായത് 2020 എല്ലാവരിലും ഉണ്ട്, നമുക്കത് കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി എന്താ ഉണ്ടാവുക? 1 + 3 + 5 + എക്സെട്ര എത്ര പദങ്ങൾ? 2020 പദങ്ങൾ. അപ്പോൾ അതിൻ്റെ തുക എന്തായിരിക്കും? 2020-ൻ്റെ വർഗം. ഓക്കെ, ആ രീതിയിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെന്നു. ഓക്കെ, 2020 SLC എക്സാമിന് 5 മാർക്കിന് ചോദിച്ച ചോദ്യമാണത്. വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനെയുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ചോദിക്കുക. നിങ്ങളൊന്ന് കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഫുൾ മാർക്ക്. അടുത്ത ചോദ്യം നോക്കാം.
1/7, 2/7, 3/7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, 2019 SSLC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതിൽ ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം ഏതാ? 1/7, 2/7, 3/7 എക്സെട്ര. എന്താ ഈ ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ ഹരിക്കണമുണ്ട് അല്ലേ? 3നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണസംഖ്യയാണോ കിട്ടുക? അല്ല. അപ്പൊ ഇതൊന്നും പൂർണ്ണസംഖ്യ അല്ല. ഇത് എപ്പോഴാ പൂർണ്ണസംഖ്യ ആവുക? വളരെ എളുപ്പ. ഒരു 7/7 വരുമ്പോൾ, ശരിയല്ലേ? 7/7 അതായത് 1 ആണ് പൂർണ്ണസംഖ്യ ഇതിൽ വരിക. അപ്പൊ ഇതിൽ വരുന്ന ആദ്യത്തെ പൂർണ്ണസംഖ്യാപദം എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതാണ് A ക്വസ്റ്റ്യന്റെ ഉത്തരം. ഇനി B ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. ഈ ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്ര? അതായത് 1/7 കൂട്ടണം, 2/7 കൂട്ടണം, 3/7 കൂട്ടണം, പ്ലസ് എക്സെട്ര 7ാമത്തെ പദമായ 7/7. ഇത് കൂട്ടാനാ പറഞ്ഞ്. സാർ ഭിന്നസംഖ്യ വരുന്നുണ്ട്, കൂട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറയണ്ട. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒരു ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. എന്താ? എല്ലാത്തിന്റെ അടിയിലും /7 കാണാം. നമുക്ക് കോമൺ എടുത്താലോ? യെസ്. സോ കോമൺ എടുക്കുകയാണെങ്കിൽ 1/7 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 7. ഇതെന്താ? 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമ്മുടെ കയ്യിലുള്ള സമവാക്യം എന്താ? n ഗുണിക്കണം n+1/2. അതായത് 7 ഗുണിക്കണം 7 + 1, അതായത് 8/2 എന്ന് വരും അല്ലേ? എണ്ണൽ സംഖ്യകളുടെ തുക 1 മുതലുള്ളത് n × n+1/2. അവസാനത്തെ ആള് ഇൻറ്റു അതിന്റെ തൊട്ടടുത്ത ആള് /2 ഇങ്ങനെ വരും. സോ ഹരിക്കണം 7ഉം ഇവിടെ 7ഉം തമ്മിൽ കട്ട് ചെയ്ത് പോയി 8/2 എന്ന് കിട്ടിയിട്ടുണ്ട്. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 4 എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി. ശരിയല്ലേ? ശരിയാണ്. അടുത്ത ചോദ്യം. ചുവടെയുള്ള തുകകൾ കണക്കാക്കുക. 2019 SSLC എക്സാമിന് ചോദിച്ച ചോദ്യം. 1 + 2 + 3 + എക്സെട്ര + 100. 1 മുതൽ 100 വരെയുള്ള പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കുക? എണ്ണൽ സംഖ്യകളാണ്. എങ്ങനെ കണ്ടുപിടിക്കുക? n × n+1/2 എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം. അതായത് 100 ഗുണിക്കണം 101/2. അവസാനത്തെ ആള് 100, തൊട്ടടുത്ത ആള് 101/2. 100 ഗുണിക്കണം 101/2. 2ന് 100 കൊണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 ഗുണിക്കണം 101 ആയിട്ട് മാറി. 50 ഗുണിക്കണം 101 എന്ന് പറഞ്ഞാൽ 5050 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 5050 ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. 1, 3, 5, 7, 99 വരെ. ഇതാരാ? ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ പഠിച്ചത് n² എന്നാ. പക്ഷേ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. എങ്ങനെയാ പദങ്ങളുടെ എണ്ണം കാണുക? 1 മുതൽ 100 വരെ അതിൽ ഒറ്റ സംഖ്യകൾ മാത്രം. അപ്പൊ എത്ര ആൾക്കാരുണ്ടാവും? 50 ആൾക്കാരുണ്ടാവും. ഇനി സംശയം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ സമവാക്യം ഉപയോഗിച്ചോളൂ. പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. അവസാന പദം എന്ന് പറയുമ്പോൾ 99 ഹരിക്കണം ആദ്യ പദം 1 ബൈ പൊതുവ്യത്യാസം 2 + 1 അല്ലേ? 1നോട് 3ലേക്ക് 2 പൊതുവ്യത്യാസം +1. 99 1 കുറച്ചാൽ 98 ഹരിക്കണം 2 + 1. 98നെ 2 കൊണ്ട് ഹരിച്ചാൽ 49 + 1, അതായത് 50 പദങ്ങൾ എന്ന് നമുക്ക് പറയാം. പദങ്ങളുടെ എണ്ണം എത്രയാണോ അതിനെ വർഗം ചെയ്യുക. അതായത് 50ന്റെ വർഗം, അതായത് 2500 ആയിരിക്കും തുക ഉണ്ടാവുക. ഇനി അടുത്ത ചോദ്യം. 2 + 4 + 6 + എക്സെട്ര + 100. 2 മുതൽ 100 വരെ, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഇരട്ട സംഖ്യകൾ മാത്രം. ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? n ഗുണിക്കണം n+1 എന്നാ. n എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ പദമാണോ? അല്ല, പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ എത്ര പദം ഉണ്ടാവും ഇതിൽ? 50 പദം ഉണ്ടാവും. രണ്ട് രീതി പറയാം. 1 മുതൽ 100 വരെയാണ്. അതിൽ ഇരട്ട സംഖ്യ മാത്രം എന്ന് പറയുകയാണെങ്കിൽ 50 ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഈ സമവാക്യം ഉപയോഗിക്കാം, അങ്ങനെയും കണ്ടെത്താം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാവുന്നത് n ഗുണിക്കണം n+1 എന്ന് പറയുമ്പോൾ 50 ഗുണിക്കണം 51 എന്ന് വരും. അവസാന പദങ്ങളുടെ എണ്ണം 50, അതിന്റെ ഇൻറ്റു തൊട്ടടുത്ത ആൾ 51. ഓക്കെ, സോ നമുക്ക് വരാവുന്നത് എന്തുണ്ടാവും? 2550 എന്നും നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഈ രീതിയിലേക്ക് പറയാം.
അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. 3, 7, 11 എക്സെട്ര 199. ഈ ചോദ്യത്തിന് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഇതൊരു സമാന്തര ശ്രേണിയാണ്. n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കാം. ഓക്കെ, n/2 ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് പദങ്ങളുടെ എണ്ണമാണ്. എണ്ണം n. അവസാന പദം അതായത് 199 മൈനസ് ആദ്യ പദം അതായത് 3 ഹരിക്കണം പൊതുവ്യത്യാസം. 3 7ലേക്ക് 4, 7ൽ നിന്ന് 11ലേക്ക് 4, അപ്പൊ 4 പൊതുവ്യത്യാസം പ്ലസ് 1. ഇങ്ങനെ പദങ്ങളുടെ എണ്ണം കണ്ടെത്താം. പദങ്ങളുടെ എണ്ണം 199 മൈനസ് 3/4. 199ൽ നിന്ന് 3 കുറച്ചാൽ 196 ഹരിക്കണം 4 പ്ലസ് 1. 196നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 49 എന്ന് കിട്ടി പ്ലസ് 1, അതായത് 50 പദങ്ങൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ തുക പറയുമ്പോൾ 50 ഹരിക്കണം 2 അല്ലെ, n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇൻറ്റു ആദ്യ പദം എത്രയാ 3 പ്ലസ് അവസാന പദം 199. ഇങ്ങനെ ഉണ്ടാവും. അതായത് 25 ഗുണിക്കണം 199 3 ചേർത്ത് കഴിഞ്ഞാൽ 202 എന്നാണ് നമുക്ക് കിട്ടുക. ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതാണ് ഒരു രീതി. ഓക്കെ, രണ്ടാമതൊരു രീതി കൂടിയുണ്ട് കേട്ടോ. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിന്റെ ഉത്തരം കിട്ടല് 5050 ആയിരിക്കും. ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. രണ്ടാമത്തെ രീതി എന്താണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതും കൂട്ടി വയ്ക്കുക. 1ഉം 2ഉം കൂട്ടിയാൽ 3, 3ഉം 4ഉം കൂട്ടിയാൽ 7, 5ഉം 6ഉം കൂട്ടിയാൽ 11 എക്സെട്ര 99ഉം 100ഉം കൂട്ടിയാൽ 199. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തുകയായ 2500ഉം ഈ തുകയായ 2550ഉം കൂടി കൂട്ടിയാൽ ഈ തുക കിട്ടും 5050. അങ്ങനെയും നമുക്കിത് പറയാം. ക്ലിയർ? നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹോംവർക്കായി നൽകുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇത്രയാണ് നമുക്ക് സമാന്തര ശ്രേണി എന്ന് പറയുന്നതിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒരു ചോദ്യം, ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 2/9, 3/9, 4/9, 5/9 ഇങ്ങനെയാണ് സമാന്തര ശ്രേണിയിലുള്ള പദങ്ങൾ ഉള്ളത്. ഇതിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കൂട്ടിയാൽ എത്രയെന്നാണ് ചോദ്യം. ഇത് 2ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ്. അടുത്ത 4-മതും 5-മതും 6-മതും കൂട്ടിയാൽ എത്രയാന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയാന്നുള്ളതാണ്. അതിനടുത്ത ചോദ്യം ശ്രേണിയുടെ ആദ്യത്തെ 300 പദങ്ങളുടെ തുക കണക്കാക്കുക എന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഒറ്റ ചോദ്യം കൂടി. 100നും 300നും ഇടക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി പരിഗണിക്കുക. ആദ്യ പദം എത്ര, അവസാന പദം എത്ര, ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, ഈ പദങ്ങളുടെ തുക കാണുക. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പെട്ടത് തന്നെയാണ്. ഇത്രയുമാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പഠിക്കുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ തന്നെ ഞാൻ പറഞ്ഞു ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. സോ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടാർഗറ്റ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ താങ്ക് യു.